ചാക്ക് കണക്കിന് മാങ്ങ രാവിലെ തന്നെ പറിക്കാൻ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് നല്ല പണി കിട്ടിയാണ് കേട്ടോ. എന്താണെന്നല്ലേ, അപ്പോൾ രാത്രി നമുക്കൊരു പണി കിട്ടി. രാത്രി നമ്മളിങ്ങനെ ഒരു മണിയായി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഭയങ്കര ഒരു വലിയ ഒച്ച പേടിച്ച് ഞെട്ടി കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ മുറ്റം നിറച്ച് മാങ്ങ. അപ്പോൾ പിന്നെ എന്തായാലും വെച്ചു രാവിലെ നോക്കാം, ഇനി മാവാണോ മാങ്ങയുടെ കൊമ്പാണോ ഒടിഞ്ഞ് വീണെന്ന് അറിയില്ലല്ലോ. രാവിലെ തന്നെ നമ്മൾ ചെന്ന് നോക്കി, ഇതാണ് അവസ്ഥ കേട്ടോ. മാവെല്ലാം എന്തായാലും ഒടിഞ്ഞത്, മാവിൻ്റെ നല്ല ഏറ്റവും വലിയ കൊമ്പന്നെ ഒടിഞ്ഞ് നമ്മുടെ റൂമിൻ്റെ മുകളിൽ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ നേരെ ടെറസിൻ്റെ മുകളിൽ കയറുക, നമുക്ക് ഇനി കാര്യങ്ങൾ വിശദമായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. നല്ല കിടിലൻ ഒരു കൊമ്പ് അത് ഒടിഞ്ഞ് വീണ് കിടക്കുകയാണ്. ഇപ്രാവശ്യത്തെ മാവിൻ്റെ പൂക്കളുടെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ പൂത്ത് കുലച്ചുണ്ടായ മാവാണിത്. അതുപോലെ തന്നെ നിറയെ മാങ്ങയുണ്ടായിരുന്നു. ഈ മാങ്ങകളെല്ലാം അതിൻ്റെ കനവും അതിൻ്റെ ഇലയുടെ കനവും കൂടിയിട്ട് ഒടിഞ്ഞ് കുത്തി വീണേക്കാണ്. പ്രശ്നം അതൊന്നുമല്ല, നമ്മുടെ AC ഫാനിൻ്റെ മുകളിലാണ് ഇത് വീണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മളൊന്ന് നോക്കി പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കി. കണ്ടോ, AC ഫാനാണ് കാണുന്നത് കേട്ടോ. പ്രശ്നങ്ങളൊക്കെ നമ്മൾ നോക്കിയപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നിറച്ചുറുമ്പ്, പുളിയുറുമ്പുകൾ ഇങ്ങനെ ഓരോ ഇലയിലും കൂട്ടി ഇങ്ങനെ വച്ചേക്കാണേ. അപ്പോൾ ഇത് അപ്പുറത്തെ ഒരു കൊമ്പാണ്. ആ കൊമ്പ് ഇത്തിരി പ്രശ്നക്കാരൻ തന്നെയാണ്. അതിങ്ങനെ എപ്പോഴാണ് വീഴാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്നറിയോ, അപ്പോൾ നമുക്ക് പുളിയുറുമ്പിൻ്റെ കാര്യം പറയാം. പുളിയുറുമ്പുകൾ നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു, ചേട്ടനെ അച്ഛനെയൊക്കെ ഒന്ന് വിളിച്ച് പറയിക്കാം, അപ്പോൾ കാര്യങ്ങൾ അവരും കൂടി ഒന്ന് നോക്കട്ടെ എന്ന് വെച്ചു. അവർക്കും എടുക്കാൻ പറ്റുന്നുണ്ടായില്ല, കാരണം പുളിയുറുമ്പ് തന്നെ കാര്യം. അപ്പോൾ അമ്മ വേഗം എന്ത് ചെയ്തു, നല്ല ചാഴിയുടെ പൊടിയെല്ലാം ഇട്ട് അതൊന്ന് റെഡിയാക്കി. അപ്പോൾ എന്നാലും നമുക്ക് ഉറുമ്പൊടി കാര്യമായിട്ട് തന്നെ കിട്ടി. ഉറുമ്പൊടിയുടെ സെഡേഷനിൽ കിടക്കുന്ന പുളിയുറുമ്പുകളാണ് നിറച്ചുണ്ടായിരുന്നത്. എന്നാലും നമുക്ക് ആവശ്യത്തിന് കടിയൊക്കെ കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു മരം വെട്ടുകാരനൊക്കെ വിളിച്ചു. ആളും വന്ന് നോക്കിയപ്പോൾ നിറച്ച് പുളിയുറുമ്പെന്ന് പറഞ്ഞിട്ട് ആൾ തിരിച്ചിറങ്ങിപ്പോയി. ഈ മരുന്നൊക്കെ അടിച്ചിട്ട് നാളെ വന്ന് വെട്ടാന്നാണ് കേട്ടോ പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ എന്തായാലും അടുത്ത പരിപാടിക്ക് ഇറങ്ങി. നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും മാങ്ങ കൊടുക്കണമല്ലോ. അപ്പോൾ ആ മാങ്ങ കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ചാക്കിലുകളാക്കി നിറച്ചു, പിന്നെ കുറച്ച് ബക്കറ്റിലും ആക്കി കേട്ടോ. അപ്പോൾ ഇന്നത്തെ മാങ്ങ പരിപാടി, മാങ്ങ പെറുക്കലും മാങ്ങ വീഴ്ചയും മാവ് വെട്ടലും എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ എന്തായാലും ഇത്രയും ഒരു അവസാനമായിട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്, എല്ലാവരും ലൈക്ക് ഷെയറും കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ കൂടെ നമുക്ക് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് പിന്നെയും കാണാമല്ലോ. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ, നാളെ കാണാം.